ഹായ്, സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസർ യൂണിറ്റ് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻഡക്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പും കാറ്റഗറിയും അതിൻ്റെ പ്രിൻസിപ്പിൾ എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മുകളിൽ ലിങ്കിൽ പോയിട്ട് അത് കാണാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കപ്പാസിറ്റൻസ് ട്രാൻസ്ഡ്യൂസർ ആണ്. ഓക്കെ, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ നേരിട്ട്. സോ it is a passive transducer that works on the principle of variable capacitance. ഇപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ പറഞ്ഞു, ഇപ്പം ഇൻഡക്റ്റൻസ് പറഞ്ഞു, അതേപോലെ ഇനി പറയാൻ പോകുന്നത് കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസറാണ്. ഇതെല്ലാം ചെയ്യുന്നത് ഏകദേശം സെയിം ഒരു പ്രിൻസിപ്പിൾ. അതായത് നമ്മൾക്ക് കൺവേർട്ട് ചെയ്യേണ്ട ഫിസിക്കൽ ഫിനോമിന എന്താണോ അതിനെ ഓരോ പ്രോപ്പർട്ടിയിലേക്ക് മാറ്റുക. റെസിസ്റ്റർ ആണെങ്കിൽ വാരിയിങ് റെസിസ്റ്റൻസ് ആക്കി മാറ്റി, അല്ലേ? അത് നിങ്ങൾ കണ്ടു. അതുപോലെ ഇൻഡക്റ്റൻസ് ആണെങ്കിൽ വേരിയേഷൻ ഇൻ ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ വേരിയേഷൻ ഇൻ ഇൻഡക്റ്റൻസ് ആക്കിയിട്ട് നമ്മൾ മാറ്റുന്നുണ്ട് ഫിസിക്കൽ ഫിനോമിനെ. അതേപോലെ തന്നെയാണ് കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസറും. നമ്മൾ ഫിസിക്കൽ ഫിനോമിനെ സെൻസ് ചെയ്യും, മെഷർ ചെയ്യും, അതിനെ നമ്മൾ എന്താക്കി മാറ്റും, കൺവേർട്ട് ചെയ്തിട്ട് വേരിയബിൾ കപ്പാസിറ്റൻസ് ആക്കി മാറ്റിയിട്ട് അത് നമ്മൾ മെഷർ ചെയ്യും. ഇതെന്തിനാണ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ ആൻഡ് ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് വേരിയബിൾ കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് വാരി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഫിസിക്കലി ഉള്ളൊരു ഫിനോമിനെ മെഷർ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അറിയുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് സച്ച് ആസ് ഡിസ്പ്ലേസ്മെൻറ്റ്, പ്രഷർ എക്സെട്ര. ഇതിനൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ കൺസ്ട്രക്ഷൻ ഓഫ് കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. ഇനി അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. So it contains two conducting parallel metal plates separated by dielectric medium. നിങ്ങൾക്ക് കപ്പാസിറ്റൻസ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് സാധാരണ രണ്ട് മെറ്റൽ പ്ലേറ്റ്സ് ഇങ്ങനെ വെച്ചിട്ട് അതിലൂടെ നമ്മൾ ചാർജ് പാസ് ചെയ്യുമ്പം അതിലൊരു ചാർജ് സ്റ്റോർ ചെയ്യും, അല്ലേ? ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതാണ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ കപ്പാസിറ്റർ എന്നൊക്കെ പറയുന്നത്. നമുക്ക് അറിയാവുന്നതാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇവിടെ പറയുന്നത്. സോ രണ്ട് മെറ്റൽ പ്ലേറ്റ് ഉണ്ടാവും. ഈ ഡാർക്ക് ഷെയ്ഡിലുള്ളതാണ് രണ്ട് മെറ്റൽ പ്ലേറ്റ്. സോ കണ്ടക്റ്റീവ് പ്ലേറ്റ്സ് ആണ്. അതിൻ്റെ ഇടയ്ക്കൊരു മീഡിയം ഉണ്ടാവും, ഡൈലക്ട്രിക് മീഡിയം എന്ന് പറയും. അത് എയർ ആവാം, ഗ്യാസ് ആവാം, വാട്ടർ ആവാം, വാട്ടർ വിത്ത് ഈസ് ഒരു മീഡിയം ഉണ്ടാവും, ഡൈലക്ട്രിക് മീഡിയം. ഓക്കെ, സോ ഈ രണ്ട് പ്ലേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഇതാണ് ഒരു ബേസിക് കപ്പാസിറ്ററുടെ കൺസ്ട്രക്ഷൻ. ഓക്കെ, സോ ഡൈലക്ട്രിക് മീഡിയം വിച്ച് ഈസ് എയ്തർ എയർ ഓർ മെറ്റീരിയൽ, ഗ്യാസ് ഓർ ലിക്വിഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. സോ രണ്ട് മെറ്റൽ പ്ലേറ്റ് ഇങ്ങനെ വെക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു മീഡിയം ഉണ്ടാവും, ഡൈലക്ട്രിക് മീഡിയം എന്ന് പറയും. എന്നിട്ട് അതിലൂടെ നമ്മൾ കറണ്ടൊക്കെ പാസ് ചെയ്യും. അപ്പം അവിടെ ഒരു ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്, കപ്പാസിറ്റർ ഉണ്ടാവും. ഓക്കെ, സോ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ് ഇനി നോക്കുന്നത്. ദ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പ്ലേറ്റ്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആ രണ്ട് കപ്പാസിറ്റർ ഇല്ലേ, രണ്ട് പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ കപ്പാസിറ്റർ ഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കപ്പാസിറ്റി, അതിൽ എത്ര ചാർജ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുള്ള കപ്പാസിറ്റി, അതാണ് കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ഈസ് എക്സ്പ്രസ്ഡ് ആസ് ഇൻ ടേം ഓഫ് C = എക്സിലോൺ A ഡിവൈഡഡ് ബൈ D. ഈ ഇക്വേഷൻ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. നമ്മൾ നേരത്തെ ഇൻഡക്റ്റൻസിൻ്റെ L = എന്നുള്ള ഇക്വേഷൻ ഡിസ്കസ് ചെയ്തു. അതേപോലെ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഇക്വേഷനാണ് C = എക്സിലോൺ A ഡിവൈഡഡ് ബൈ D. അവിടെ C എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്ററാണ്. നമ്മൾ ഉണ്ടാക്കുന്ന കപ്പാസിറ്ററിൻ്റെ എത്ര കപ്പാസിറ്റി അതിനുണ്ട് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്, കപ്പാസിറ്റി C. സോ അതേപോലെ എക്സിലോൺ ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. അതായത് നമ്മൾ കപ്പാസിറ്ററിൻ്റെ ഇടയ്ക്ക് ഒരു മീഡിയം ഉണ്ടെന്ന് പറഞ്ഞാൽ ഡൈലക്ട്രിക് മീഡിയം ഉണ്ട്, അതിൻ്റെ പെർമിറ്റിവിറ്റിയാണ് എന്ത്, എക്സിലോൺ എന്ന് മീൻ ചെയ്തത്. അതേപോലെ ക്യാപിറ്റൽ A എന്ന് ഉദ്ദേശിക്കുന്നത് ഏരിയ ഓഫ് ദി പ്ലേറ്റ്സ്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ കപ്പാസിറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലേറ്റ്സിൻ്റെ ഏരിയയാണ് A എന്ന് മീൻ ചെയ്യുന്നത്. ദെൻ D ഓൾറെഡി ഞാൻ പറഞ്ഞു, D ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേറ്റ്സ്. അപ്പം ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നല്ലവണ്ണം ഓർത്ത് വെക്കുക, C = എക്സിലോൺ A ഡിവൈഡഡ് ബൈ D. ഇതിൻ്റെ ബേസിലാണ് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ദ കപ്പാസിറ്റൻസ് ഓഫ് എ ട്രാൻസ്ഡ്യൂസർ ഈസ് മെഷർഡ് യൂസിങ് എ ബ്രിഡ്ജ് സർക്യൂട്ട്. അതേപോലെ ദി ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഓഫ് ദ ട്രാൻസ്ഡ്യൂസർ ഈസ് ഗിവൺ ബൈ XC. സോ ഇമ്പിഡൻസ് കാണാനാണ് 1/2πfc ആണ്, വേർ C is the capacitance and F is the frequency of the excitation. So the capacitance transducer can be used to measure mechanical vibration.
സോ നമുക്ക് ഈ ഒരു ഫിനോമിന വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്നുള്ളത് നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റും, ഫിസിക്കൽ വൈബ്രേഷന് വേണ്ടി, അല്ലെങ്കിൽ ഫിസിക്കലി ഉണ്ടാകുന്ന ചെറിയ വൈബ്രേഷനൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കാൻ പറ്റും. സോ എനിക്ക് തോന്നുന്നു കപ്പാസിറ്റീവ് അല്ലെങ്കിൽ കപ്പാസിറ്റർ മൈക്രോഫോൺ എന്ന് പറഞ്ഞിട്ടൊരു മൈക്രോഫോൺ തന്നെയുണ്ട് ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ദ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേറ്റ്സ് ക്യാൻ ബി വാരീഡ് ബൈ എനി ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്. ഇനി നമുക്ക് ഇപ്പം പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് ഡെഫിനിഷൻ ഓർത്ത് വെക്കുക നിങ്ങൾ. വാരിയിങ് ഫിസിക്കൽ ഫിനോമിന നമ്മൾ എന്താക്കി മാറ്റി അവിടെ ചെയ്തത്, വാരിയിങ് കപ്പാസിറ്റൻസ് ആക്കി മാറ്റിയിട്ടാണ് ഇവിടെ നമ്മൾ മെഷർമെൻറ്റ് അല്ലെങ്കിൽ കൺവേർഷൻ നടക്കുന്നത്. സോ അത് ബേസ് ചെയ്തിട്ട് വേണം ഇത് വായിക്കാൻ. ദ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേറ്റ്സ് ക്യാൻ ബി വാരിയഡ് ബൈ എനി ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്. നമുക്ക് ആ കപ്പാസിറ്റൻസ് വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ട് 3 ഡിഫറെൻറ്റ് മെത്തേഡുകളുണ്ട്. അതാണ് നമുക്ക് ഇനി ബാക്കിയുള്ള ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്, ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ, ബൈ ചേഞ്ചിങ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേറ്റ്സ്. ഡി അല്ലേ, നേരത്തെ നിങ്ങൾ കണ്ടു, ഡി എന്താണെന്ന് കണ്ടു. 2 പ്ലേറ്റ്സ് ഇങ്ങനെ വെച്ചിട്ടാണ് കപ്പാസിറ്റർ ഉണ്ടാക്കുക. ഈ 2 പ്ലേറ്റിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡി എന്ന് പറയുന്നത്. ആ ഡി ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ കപ്പാസിറ്റൻസ് മാറും. കാരണം സി ഈക്വൽ ടു എക്സലോൺ എ ഡിവൈഡഡ് ബൈ ഡി എന്നുള്ള ഫോർമുല ഉണ്ട്. സോ ഡി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കപ്പാസിറ്റൻസ് ആണ്. സോ ഡിസ്റ്റൻസ് കൂടുമ്പോൾ കപ്പാസിറ്റൻസ് കുറയും, ഡിസ്റ്റൻസ് കുറയുമ്പോൾ കപ്പാസിറ്റൻസ് കൂടും. അതൊരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബൈ ചേഞ്ചിങ് ദ പെർമിറ്റിവിറ്റി ഓഫ് ദി ഡൈഇലക്ട്രിക് മീഡിയം. അതായത് ഈ 2 പ്ലേറ്റിൻ്റെ ഇടയ്ക്കുള്ള ഒരു മീഡിയം ഉണ്ട്, അതിൻ്റെ പെർമിറ്റിവിറ്റി ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ആ മീഡിയം ചേഞ്ച് ചെയ്യുക, അതാണ് എക്സിലോൺ. സോ ബൈ ചേഞ്ചിങ് എക്സിലോൺ വി ക്യാൻ ചേഞ്ച് കപ്പാസിറ്റൻസ്. കാരണം ഈ ഡൈഇലക്ട്രിക് മീഡിയവും അതേപോലെ കപ്പാസിറ്റൻസും എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ആ ഇക്വേഷൻ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും അത്. ദെൻ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബൈ ചേഞ്ചിങ് ദ ഓവർലാപ്പിംഗ് ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ് എ. സോ അഗെയിൻ ഫ്രം ദ സെയിം ഇക്വേഷൻ, ആ ഇക്വേഷൻ നിങ്ങൾക്ക് എന്ത് കിട്ടും, എ ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് മാറും, കപ്പാസിറ്റൻസ് മാറ്റാൻ പറ്റും അല്ലേ, വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. കപ്പാസിറ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി പ്ലേറ്റ്സ്. അപ്പം ഈ 3 ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഈ ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫിനോമിനെ മാറ്റിയിട്ട് വേരിയബിൾ കപ്പാസിറ്റൻസ് ആക്കി നമ്മൾ മാറ്റുന്നത്. സോ ആ മെയിൻലി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു ഇക്വേഷനാണ്, സി ഈക്വൽ ടു എക്സിലോൺ എ ഡിവൈഡഡ് ബൈ ഡി. ആ ഇക്വേഷനിലെ 3 കോമ്പണൻ്റ് ആണ് ഇവിടെ തന്ന ഡി ഇ എക്സ് എ എന്ന്, ഡി എക്സിലോൺ എ എന്ന് പറയുന്നത്. അതിൽ വേരിയേഷൻസ് വരുത്തിയിട്ടാണ് നമ്മളിത് കൺവേർട്ട് ചെയ്തിട്ട് ഫിസിക്കൽ ഫിനോമിനെ നമുക്ക് അറിയുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നത്. ഇനി ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണെന്നുള്ളത്. ആദ്യം ബൈ ചേഞ്ചിങ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പ്ലേറ്റ്സ്. ആ 2 പ്ലേറ്റ്സിൻ്റെ അടുക്കുള്ള ഡിസ്റ്റൻസ് മാറുന്നത് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് കപ്പാസിറ്റൻസ് മാറാമെന്നാണ് പറയാൻ പോകുന്നത്. ദ കപ്പാസിറ്റൻസ് ക്യാൻ ബി വാരിഡ് ബൈ ചേഞ്ചിങ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പ്ലേറ്റ്സ് അല്ലേ. കാരണം സി ഈക്വൽ ടു എക്സിലോൺ എ ഡിവൈഡഡ് ബൈ ഡി എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഫ്രം ദ ഇക്വേഷൻ ഫോർ സി, അതായത് സി ഈക്വൽ ടു എക്സിലോൺ എ ഡിവൈഡഡ് ബൈ ഡി, we can observe that C and D are inversely proportional to each other. So സിയും ഡിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഡീൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ സി കുറയും, ഡീൻ്റെ വാല്യൂ കുറഞ്ഞാൽ സി കൂടും. സോ പ്ലേറ്റ്സ് അടുത്ത് വന്നാൽ കപ്പാസിറ്റൻസ് കൂടും, പ്ലേറ്റ്സ് ദൂരെ ആയാൽ കപ്പാസിറ്റൻസ് കുറയും. അതാണ് ആ ഐഡിയ. സോ ദാറ്റ് ഈസ് ദ കപ്പാസിറ്റൻസ് വാല്യൂ വിൽ ഡിക്രീസ് വിത്ത് ഇൻക്രീസിങ് ഡിസ്റ്റൻസ് ആൻഡ് വൈസ് വെർസ. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ദിസ് പ്രിൻസിപ്പിൾ ക്യാൻ ബി യൂസ്ഡ് ടു ട്രാൻസ്ഡ്യൂസർ by making the left plate fixed and the right plate movable by the displacement that it is measured as shown in the figure. So നമ്മളിത് ഈ ഒരു ഡിസ്റ്റൻസ് മാറ്റാൻ വേണ്ടി ചെയ്യുന്ന കപ്പാസിറ്റൻസിൽ അല്ലെങ്കിൽ കപ്പാസിറ്റർ ഫോം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു പ്ലേറ്റ് ഫിക്സ് ആക്കി വെക്കും. അവിടെ ഒരു പ്ലേറ്റ് ഫിക്സ് ആക്കി വെക്കും, ലെഫ്റ്റ് പ്ലേറ്റ് ഫിക്സ് ആക്കി വെക്കും, റൈറ്റ് പ്ലേറ്റ് മൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഫിഗറിൽ കാണിക്കുന്ന രീതിയിൽ. ഇവിടെ നോക്കുക നിങ്ങൾ, ഇതാണ് 2 പ്ലേറ്റ്സ്, ഈ ബ്ലാക്ക് കളർ കാണുന്ന 2 പ്ലേറ്റ്സ്. ഇത് ഫിക്സഡ് ആണ്. ഓക്കെ, ഇത് മൂവബിൾ പ്ലേറ്റ് ആണ്. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, മൂവ് ചെയ്യും. സോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് നമ്മൾ എക്സ്റ്റേണലിലുള്ള എന്തെങ്കിലും ഒരു ഫിനോമിനാണ്. ചിലപ്പം ഒരു പ്രഷർ ഇവിടെ കൊടുക്കുകയാണ്, അപ്പോൾ എന്ത് ചെയ്യും, ഇത് ഡിസ്റ്റൻസ് ഈ പ്ലേറ്റ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഇതിവിടെ ഫിക്സഡ് ആണ്, അപ്പോൾ ഈ ഡി എന്ത് ചെയ്യും, കുറയും. ഇനി പ്രഷർ കുറഞ്ഞു, അതിന് മുകളിൽ കൊടുക്കുന്ന ഫോഴ്സ് കുറഞ്ഞു, അപ്പോൾ ഇതെന്ത് ചെയ്യും, പുറത്തേക്ക് പോകും, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. മൗസ് പോയിന്റർ നോക്കുക, റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. സോ ഡി എന്ത് ചെയ്യും, കൂടും. ഡി കൂടുമ്പോൾ കപ്പാസിറ്റൻസ് കുറയും അല്ലേ, ആ ഇക്വേഷൻ വെച്ചിട്ട്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ചേഞ്ചിങ് എക്സ്റ്റേണൽ ഫിനോമിനെ നമ്മൾ ചേഞ്ചിങ് കപ്പാസിറ്റൻസ് ആക്കി മാറ്റുന്നത്. അതായത് ഈ ഒരു പ്ലേറ്റിനെ ഫിക്സ് ആക്കി വെക്കുന്നു, രണ്ടാമത്തെ പ്ലേറ്റിനെ മൂവബിൾ ആക്കുന്നു. ഈ പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും
എക്സ്റ്റേണലി നമ്മൾ മെഷർ ചെയ്യുന്ന ഫിനോമിന അനുസരിച്ച് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. സോ ഡി ചേഞ്ച് ആവും അവിടെ, ബേസിക്കലി ഡിസ്റ്റൻസ് ചേഞ്ച് ആവും. സോ ആ ഡിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു കപ്പാസിറ്റൻസ് ആണ്. സോ അവിടെ കപ്പാസിറ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറി ഒരു വാല്യൂ വ്യത്യാസമായിട്ട് കിട്ടും, മാറി ഡിഫറൻസ് ആയിട്ട് കിട്ടും. ഓക്കെ, ദ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേറ്റ്സ് വിൽ വാരി ദ കപ്പാസിറ്റൻസ് ഓഫ് ദി ട്രാൻസ്ഡ്യൂസർ. നമ്മളൊക്കെ ട്രാൻസ്ഡ്യൂസറിൻ്റെ കപ്പാസിറ്റൻസിൽ ഒരു മാറ്റം വരുത്തും ഈ ചേഞ്ചിങ് ഡിസ്റ്റൻസ്. സോ ചേഞ്ചിങ് കപ്പാസിറ്റൻസ് ക്യാൻ ബി കാലിബ്രേറ്റ് ഇൻ ടേംസ് ഓഫ് മെഷറൻസ്. സോ നമുക്ക് മെഷർ ചെയ്യേണ്ടത് എന്താണോ എന്നുള്ളത് ഈ ഒരു കപ്പാസിറ്റൻസിൻ്റെ വേരിയേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്ത് എടുക്കാൻ പറ്റും. ദീസ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ ആർ യൂസ്ഡ് ഇൻ ടു മെഷർ എക്സ്ട്രീംലി സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് പോലും നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ചെറിയൊരു മൂവ്മെൻറ്റ് പോലും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കപ്പാസിറ്റർ മൈക്രോഫോൺ എന്നൊരു മൈക്രോഫോൺ ഉണ്ട്. ഓക്കെ, മൈക്രോഫോൺ മൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വർക്കിംഗ് ഏകദേശം ഇതാണ്. ഒരു ഭാഗം ഒരു പ്ലേറ്റ് ഫിക്സ് ആക്കി വെക്കും, രണ്ടാമത്തെ പ്ലേറ്റ് ഡയഫ്രം പോലെ വർക്ക് ചെയ്യും. ഡയഫ്രം നിങ്ങൾ ചെവിയിലൊക്കെ ഡയഫ്രം പോലെ. ഓക്കെ, സോ ആരെങ്കിലും സംസാരിക്കുമ്പോൾ, ആക്ച്വലി സംസാരം എന്ന് പറഞ്ഞാൽ നമ്മൾ എയറിലൊരു പ്രഷർ കൊടുക്കുക ചെയ്യുന്നത് അല്ലേ. ആ പ്രഷർ വന്നിട്ട് ഈ ഡയഫ്രത്തിൽ അഡിക്റ്റ് ചെയ്യും. ഡയഫ്രം ഒരു മെറ്റലാണ്, ഈ അടിയിൽ വെച്ച ഒരു പ്ലേറ്റും ഫിക്സഡ് പ്ലേറ്റും മെറ്റലാണ്. സോ ഡയഫ്രം വഴി തിന്നായിരിക്കും. നമ്മൾ സംസാരിക്കുമ്പം എയർ ഉണ്ടാകുന്ന പ്രഷർ എന്ത് ചെയ്യും, ഈ ഡയഫ്രത്തിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, സോ ഈ ഡയഫ്രത്തിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുമ്പം അവിടെ എന്തുണ്ടാവും, ഈ ഡിസ്റ്റൻസ് മാറും. ഈ രണ്ട് പ്ലേറ്റ് തമ്മിൽ ഡിസ്റ്റൻസ് മാറുന്നുണ്ട് അവിടെ. ഈ ഡിസ്റ്റൻസ് മാറുമ്പം അതിലുള്ള കപ്പാസിറ്റൻസ് വേരി ചെയ്യും. അത് നമ്മളൊരു എക്സ്റ്റേണൽ പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിലൂടെയുള്ള ചാർജിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. സോ നമ്മുടെ സംസാരം അല്ലെങ്കിൽ വോയിസിനെ അതെന്താക്കി മാറ്റും, ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നുണ്ട്. അതിനെയാണ് കപ്പാസിറ്റർ മൈക്രോഫോൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു എന്നുള്ളൂ, അത് ഈ ഒരു ബേസിക് പ്രിൻസിപ്പിൾ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മൈക്രോഫോണാണ്, മൈക്കാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് വാരി ചെയ്യാനുള്ള രണ്ടാമത്തെ മെത്തേഡാണ് ബൈ ചേഞ്ചിങ് ദ പെർമിറ്റിവിറ്റി ഓഫ് ദ ഡൈഇലക്ട്രിക് മീഡിയം. അതായത് എക്സിലോണിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കപ്പാസിറ്റൻസ് മാറ്റാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. So another method to change the capacitance value is by changing the permittivity of the dielectric material, epsilon. എക്സിലോണിൻ്റെ വാല്യൂ മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ സീൻ്റെ വാല്യൂ മാറും. കാരണം സി ഈക്വൽ ടു എക്സിലോൺ എ ഡിവൈഡഡ് ബൈ ഡി ആണ്. സോ ദ പെർമിറ്റിവിറ്റി ആൻഡ് കപ്പാസിറ്റൻസ് വാല്യൂ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. സോ എക്സിലോൺ കൂടുമ്പം കപ്പാസിറ്റൻസ് കൂടും, എക്സിലോൺ കുറഞ്ഞാൽ കപ്പാസിറ്റൻസ് കുറയും. സോ ബിക്കോസ് ദീസ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. സോ ഇതിൻ്റെ ഒരു ബേസിക് സെറ്റപ്പ് ഇങ്ങനെയാണ്. സോ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പ്ലേറ്റ് ഉണ്ടാവും. ഇതിൽ രണ്ടും എന്തായിരിക്കും, ഫിക്സഡ് പ്ലേറ്റ് ആണ്. സോ ഫിക്സഡ് പ്ലേറ്റ് 1, ഫിക്സഡ് പ്ലേറ്റ് 2. ഇവിടെ മൂവ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഈ ഇടയിൽ കൊടുക്കുന്ന ഈ രണ്ട് പ്ലേറ്റ്സിൻ്റെ ഇടയിൽ കൊടുക്കുന്ന ഈ ഒരു ഡൈഇലക്ട്രിക് മീഡിയം ആണ് ഇവിടെ മൂവ് ചെയ്യുക. അതിനൊരു ആം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഡൈഇലക്ട്രിക് മീഡിയം കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ആം അപ്പർ ഡൗൺ മൂവ് ചെയ്യുമ്പം ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഏരിയ അവിടെ നോക്കുക, നിങ്ങൾ മൗസ് പോയിൻ്റ് നോക്കുക. ഈ ആം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുകയാണെങ്കിൽ, ഈ സൈഡ് വേ ഈ ഒരു രീതിയിൽ മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഈ രണ്ട് പ്ലേറ്റിൻ്റെ ഇടയിൽ നിങ്ങൾ നോക്കുക. ഇപ്പം ഈ ആം ഫുള്ള് താന്ന് നിന്നാൽ ഇവിടെ ഇത്രയും, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള കംപ്ലീറ്റ് ഏരിയയിലും എന്ത്, ഈ ഒരു ഷെയ്ഡിലുള്ള ഡൈഇലക്ട്രിക് മീഡിയം തന്നെ ആയിരിക്കും. പക്ഷേ നമ്മുടെ ഫിസിക്കൽ ഫിനോമിന എന്താണോ മെഷർ ചെയ്യുന്നത് അതിനനുസരിച്ച് ഈ ആമിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പം ഈ ഒരു കേസിൽ ഇപ്പം ഈ ആം കുറച്ച് മുകളിലേക്ക് മൂവ് ചെയ്തു, ലൈക്ക് കാണാം നിങ്ങൾക്ക് ഫിഗറിൽ. അപ്പം ഇവിടെ ഒരു ഡൈഇലക്ട്രിക് മീഡിയം ആണ്, ഈ കപ്പാസിറ്ററിൻ്റെ അടുക്കുള്ള ഈ ഒരു ഭാഗത്ത് ഒരു ഡൈഇലക്ട്രിക് മീഡിയം ആണ്, ഡൈഇലക്ട്രിക് മീഡിയം 1. അതേപോലെ ഈ ഒരു ഭാഗത്ത് എന്താണ്, വേറൊരു ഡൈഇലക്ട്രിക് മീഡിയം ആണ്, ചിലപ്പം എയർ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പം ഇവിടെയും തമ്മിൽ തന്നെ എന്തുണ്ട്, ഒരു ഡൈഇലക്ട്രിക് മീഡിയത്തിലൊരു വ്യത്യാസം വരുന്നുണ്ട്. സോ അവിടെ എന്തിൽ പ്രോപ്പറായിട്ട് എന്ത് വ്യത്യാസം വരും, ഷുവർലി കപ്പാസിറ്റൻസിൽ ഒരു വ്യത്യാസം വരും അല്ലേ. കാരണം ഡൈഇലക്ട്രിക് മീഡിയം മാറുമ്പോൾ അവിടെ കപ്പാസിറ്റൻസ് മാറും. കാരണം സി ഈക്വൽ ടു എക്സിലോൺ എ ഡിവൈഡഡ് ബൈ ഡി ആണ്. സോ എക്സിലോൺ ഇവിടെ മാറുന്നുണ്ട്. എക്സിലോൺ മാറി എന്ന് പറഞ്ഞാൽ ഷുവറായിട്ടും ആര് ചേഞ്ച് ആവും, കപ്പാസിറ്റൻസ് മാറും. ബാക്കിയെല്ലാം ഇവിടെ എന്താണ്, സെയിം ആണ്. കാരണം ഡി മാറുന്നില്ല, പ്ലേറ്റ് മാറുന്നില്ല, അതുകൊണ്ട് എ മാറുന്നില്ല. ആകെ മാറുന്ന എന്ത് മാത്രമാണ്, എക്സിലോൺ മാത്രമാണ്. സോ എക്സിലോണിൻ്റെ വ്യത്യാസം നേരെ കപ്പാസിറ്റൻസിൽ നമുക്ക് പ്രതിഫലിച്ച് കിട്ടും. ഓക്കെ, so in this arrangement the dielectric material is filled into the space between the two fixed plates. It can be moved using the arm. നമുക്ക് നേരത്തെ പറഞ്ഞ ആം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. ദിസ് കോസ് വേരിയേഷൻ ഇൻ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഇൻ ദ റീജിയൻ. അതായത് രണ്ട് പ്ലേറ്റിൻ്റെ അടുക്കുള്ള ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റിൽ നിന്നുണ്ടാകുമ്പോൾ ഒരു വ്യത്യാസം വരുത്തും ഈ ഒരു മൂവ്മെൻറ്റ്. സോ
The change in dielectric constant will vary the capacitance of the transducer. That means C is equal to epsilon A divided by D ആണ്, and the capacitance are directly proportional to dielectric constant. So ഈ രീതിയിലാണ് രണ്ടാമത്തെ മെത്തേഡിൽ നമുക്ക് കപ്പാസിറ്റൻസ് വാരി ചെയ്യാനുള്ള ഒരു മെത്തേഡ്. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബൈ ചേഞ്ചിങ് ദ ഏരിയ ഓഫ് ഓവർലാപ്പിംഗ് ഓഫ് പ്ലേറ്റ്സ്. അതായത് രണ്ട് പ്ലേറ്റിൻ്റെ ഏരിയയിൽ മാറ്റം വരുത്തിയാലും നമുക്ക് എന്ത് മാറ്റാം? കപ്പാസിറ്റൻസ് മാറ്റാം അല്ലേ? കാരണം കപ്പാസിറ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. നേരത്തെ ഇക്വേഷനിൽ കണ്ടു, സി ഈസ് ഈക്വൽ ടു എക്സിലോൺ എ ഡിവൈഡഡ് ബൈ ഡി ആണ്. സോ എ ആണ് അവിടെ ഏരിയ. സോ കപ്പാസിറ്റൻസും ഏരിയ എന്തിലാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. So the capacitance can also be changed by varying the area of the overlapping of plates. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. രണ്ട് മെറ്റൽ പ്ലേറ്റ് ഇങ്ങനെ പാരലാക്കി വെക്കുന്നുണ്ട്. സോ ഒന്ന് ഫിക്സഡ് ആണ് ഇവിടെ. അപ്പോൾ ഈ ഒരു ഫിഗറിൽ ഈ മുകളിലെ പ്ലേറ്റ് ഫിക്സഡ് ആണ്. രണ്ടാമത്തെ പ്ലേറ്റ് എന്താണ്? മൂവബിൾ പ്ലേറ്റ് ആണ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ എക്സ്റ്റേണൽ പ്രഷറിനൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യും? ഈ ഒരു പ്ലേറ്റ്, താഴെയുള്ള പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവും. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുമ്പം ഇപ്പോൾ ഒരു ഉദാഹരണം, ഈ പ്ലേറ്റ് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലേ ഇപ്പോൾ കംപ്ലീറ്റ് ഉണ്ട് അല്ലേ? അതേസമയം ഒരു പ്ലേറ്റ് കുറച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്തു, അപ്പോൾ ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്തായി? കുറഞ്ഞു. ഈ ഒരു രീതിയിൽ വരും. അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഈ പ്ലേറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പം അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്തായി പോകും? കുറഞ്ഞു പോവും. സോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുമ്പം അവിടെ കപ്പാസിറ്റൻസ് മാറും. ഓക്കെ, അപ്പം ഡിപ്പെൻഡിങ് ഓൺ ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ഏരിയ ഓഫ് ഓവർലാപ്പിംഗ് ഓഫ് ദ പ്ലേറ്റ്സ് ദ കപ്പാസിറ്റൻസ് വിൽ ചേഞ്ച്. ആ ഒരു പ്രിൻസിപ്പിളാണ് ഈ മൂന്നാമത്തെ രീതിയിൽ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. So as shown in the figure, one plate is keep fixed. അതായത് മുകളിലെ പ്ലേറ്റ് ഇവിടെ ഫിക്സഡ് ആണ്, ആൻഡ് ദി അതർ ഈസ് മൂവബിൾ. താഴെയുള്ള പ്ലേറ്റ് മൂവബിൾ ആണ്. When the plate is moved, the area of the overlapping of plates change and the capacitance also change. So ഈ പ്ലേറ്റ് മൂവ് ചെയ്യുമ്പം ഇത് രണ്ടിൻ്റെയും കൂടെ ഓവർലാപ്പ് ചെയ്യുന്ന ഏരിയ എന്നുള്ളത് എന്താവും? വ്യത്യാസം വരും. സോ അവിടെ കപ്പാസിറ്റൻസിൽ എന്ത് വരും? ഒരു ചേഞ്ച് വരുത്തും. സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫിസിക്കൽ ഫിനോമിനെ മാറ്റിയിട്ട് എന്താക്കാം? ഒരു കപ്പാസിറ്റൻസ്, വാരിയിങ് കപ്പാസിറ്റൻസ് ആക്കിയിട്ട് നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ ദ കപ്പാസിറ്റൻസ് വാല്യൂ ആൻഡ് ഏരിയ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. ആ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുക. സി ഈസ് ഈക്വൽ ടു എക്സിലോൺ എ ഡിവൈഡഡ് ബൈ ഡി. This type of transducer are used to measure relatively large displacement. സോ ഈ രീതിയിൽ വർക്ക് ചെയ്യുന്ന, അതായത് ഏരിയ ഓവർലാപ്പിംഗ് ഏരിയ വ്യത്യാസം വരുന്ന ടൈപ്പിലുള്ള ട്രാൻസ്ഡ്യൂസർ ഫോം ചെയ്യുന്നത് വലിയ ഡിസ്പ്ലേസ്മെൻറ്റൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ ഈ ഒരു മെക്കാനിസം ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ടൈപ്പിലുള്ള അല്ലെങ്കിൽ 3 രീതിയിൽ ഈ കപ്പാസിറ്റൻസ് മാറാനുള്ള ചാൻസ് അല്ലേ? നമ്മൾ കണ്ടു. ഒന്ന് ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച്, രണ്ടാമത്തത് ഡയലക്ട്രിക് മീഡിയം മാറുന്നതിനനുസരിച്ച്, മൂന്നാമത്തത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലെ ഏരിയ ഓഫ് ഓവർലാപ്പിംഗ് മാറുന്നതിനനുസരിച്ച്. അങ്ങനെ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? കപ്പാസിറ്റൻസ് വാരി ചെയ്തിട്ട് ഒരു ഫിസിക്കൽ ഫിനോമിനെ മെഷർ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് യൂസസ് ഓഫ് കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. എന്തൊക്കെയാണ് അതിൻ്റെ യൂസസ് എന്നതാണ്. സോ ദീസ് ആർ യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ് ഓഫ് ബോത്ത് ദ ലീനിയർ ആൻഡ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ മെയിൻലി ഡിസ്പ്ലേസ്മെൻറ്റ് അളക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഈസ് എക്സ്ട്രീംലി സെൻസിറ്റീവ് ആൻഡ് യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ് ഓഫ് വെരി സ്മോൾ ഡിസ്റ്റൻസ്. സോ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ ഭയങ്കര എന്താണ്? സെൻസിബിൾ ആണ്, അല്ലെങ്കിൽ സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞു. നമ്മൾ സെൻസിറ്റിവിറ്റി എന്നുള്ള പ്രോപ്പർട്ടി ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ദീസ് ആർ സെൻസിറ്റീവ്. സോ വെരി സ്മോൾ ഡിസ്റ്റൻസിലുള്ള മെഷർമെൻറ്റ് പോലും എടുക്കാൻ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ മെഷർ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ ഉപയോഗിച്ചാൽ മതി. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് പ്രഷർ. നമ്മൾ ഉപയോഗിക്കുന്നത് സ്ഥലങ്ങളാണ് പറയുന്നത്. ഫോഴ്സ് അതേപോലെ പ്രഷറൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ദ ഫോഴ്സ് ഓർ പ്രഷർ വിച്ച് ഈസ് ടു ബി മെഷേർഡ് ഈസ് ഫസ്റ്റ് കൺവേർട്ടഡ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ നേരത്തെ കണ്ടു, ഒന്ന് ഡിസ്പ്ലേസ്മെൻ്റ് ആക്കിയിട്ട് ആദ്യം അതിന് മാറ്റുന്നുണ്ട്. ഒന്നെങ്കിൽ പ്ലേറ്റ് തമ്മിൽ ഡിസ്റ്റൻസ് മാറാവാം, അല്ലെങ്കിൽ ആ ഡയലക്ട്രിക് മീഡിയം മാറുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ ആ രണ്ട് പ്ലേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആവാം. ഏതാണെങ്കിലും ആദ്യം ഫോഴ്സോ പ്രഷറോ കൊടുത്താൽ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. ഈ 3 രീതി ഏതെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. ആൻഡ് ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് ചേഞ്ച് ദ കപ്പാസിറ്റൻസ്. സോ ഈ 3 രീതിയിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായാലും അവിടെ എന്തുണ്ടാവും? കപ്പാസിറ്റൻസിൽ ഒരു ചേഞ്ച് ഉണ്ടാവും, വിച്ച് ട്രാൻസ്ഡ്യൂസ്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്ത് മാറ്റുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പ്രഷർ transducer in some cases where the dielectric constant is the transducer change with the pressure. പ്രഷർ അനുസരിച്ച് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് മാറുന്ന രീതിയിൽ നമ്മൾ പ്രഷർ ട്രാൻസ്ഡ്യൂസർ എന്ത് ചെയ്യാറുണ്ട്? ഉപയോഗിക്കാറുണ്ട്. The humidity in gases is measured through capacitive transducer. ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻസ് ആണ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് യൂസസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്.
The transducer uses mechanical modifier for measuring the volume, density, weight അങ്ങനെയെല്ലാം അളക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ. ഫസ്റ്റ് വൺ, ഹൈ സെൻസിറ്റിവിറ്റി ആൻഡ് റിക്വയർഡ് സ്മോൾ പവർ ടു ഓപ്പറേറ്റ്. നമുക്ക് ചെറിയൊരു പവർ ആവശ്യമുണ്ട്, കാരണം പാസീവ് എന്ന് ഓൾറെഡി പറഞ്ഞു, അവിടെ ഒരു ചെറിയ പവർ ആവശ്യമുണ്ട്. ആ പവർ വെരി സ്മോൾ പവർ മതി നമുക്കിത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ലോഡിംഗ് എഫക്റ്റ് ഈസ് ലോ ബിക്കോസ് ഓഫ് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ്. ലോഡിംഗ് എഫക്റ്റ് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാകുന്നുള്ളത്. സോ ഇറ്റ് ഈസ് ലോ. ഗുഡ് ഫ്രീക്വൻസി റെസ്പോൺസ്. ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ദ മെറ്റലിക് പാർട്ട് ഓഫ് ട്രാൻസ്ഡ്യൂസർ റിക്വയർഡ് ഇൻസുലേഷൻ. സോ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് എന്ത് വേണം, ഒരു ഇൻസുലേഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ദ ഫ്രെയിം ഓഫ് ദ കപ്പാസിറ്റർ റിക്വയർ എർത്തിങ് ഫോർ റെഡ്യൂസിങ് ദ എഫക്റ്റ് ഓഫ് സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ്. സോ വി നീഡ് ആൻ എർത്തിങ് ആവശ്യമുണ്ട് മെറ്റൽ പാർട്ടിനൊക്കെ. Sometimes the transducer show the non-linear behavior because of the edges effect, which is controlled by using guard ring. The cable connecting across the transducer causes an error. So sometimes അങ്ങനെയും errors ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത്രയാണ് ഇപ്പോൾ ടോട്ടൽ ഒരു കപ്പാസിറ്റൻസ് ട്രാൻസ്ഡ്യൂസർ. ഇപ്പം ബേസിക്കലി കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ഫിസിക്കലി ഉള്ള മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ കപ്പാസിറ്റൻസ് വയറി ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ആ വയറിങ് കപ്പാസിറ്റൻസ് ആയിട്ട് നമ്മളതിനെന്ത് ചെയ്യും, മെഷർ ചെയ്തെടുക്കുക ചെയ്യുന്നത്. 3 രീതിയിൽ നമുക്ക് ഇതിനെ എടുക്കാൻ പറ്റും അല്ലേ. ഒന്ന് ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്തുകൊണ്ട്, രണ്ടാമത്തത് ഡയലക്ട്രിക് മീഡിയം ചേഞ്ച് ചെയ്തുകൊണ്ട്, മൂന്നാമത്തത് ഏരിയ ഓഫ് ഓവർലാപ്പിംഗ് ചേഞ്ച് ചെയ്തുകൊണ്ട്. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ആ C = X/A/D എന്നുള്ള ഇക്വേഷൻ ഓർത്ത് വെക്കുക. അത് വെച്ചിട്ട് ഈ ഒരു ട്രാൻസ്ഡ്യൂസർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. അപ്പം ഫസ്റ്റ് മൊഡ്യൂളിലൂടെ നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ സ്റ്റോപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.